കേസ് ഇന്നലെ ഒരു പ്രശ്നം പറ്റി കേസ്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ മൈക്ക് ഓൺ ആക്കാൻ മറന്നു കേസ്. അതാണ് പറ്റിപ്പോയത്. നമ്മൾ ഇന്ന് കളിക്കണ കരിക്കിലാണേ. നമ്മൾ ഇന്ന് കരിക്കാണ് കളിക്കണേ. അപ്പൊ കരിക്ക് കരിക്കിന്റെ പുതിയ സിറ്റി ഈസി അല്ല, അല്ലാതെ അവിടെ തന്നെ പുതിയൊരു സിറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ക്ലബായിട്ട് കളിക്കുക. ക്ലബ് ഉണ്ട് നമുക്കിവിടെ. അപ്പൊ ആരെങ്കിലും ക്ലബിൽ കയറാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ ഞങ്ങളുടെ ബീഫിന്റെ ലിങ്ക് ചെയ്തേക്കാം. ഞാൻ താല്പര്യം കിട്ടുന്ന ഡ്രസ്സാണ്. ഒരു ഡ്രസ് കിട്ടുന്നുണ്ടോ? കിട്ടുന്ന സിറ്റിയാണ് എല്ലാം കൂടെ. സിറ്റി പൊളി സിറ്റി. കിട്ടുന്ന സിറ്റിയാണ്. നമ്മുടെ എനിക്ക് ഡൗട്ട് തന്നെ ചോദിച്ചോ. ഗ്യാങ്ങിനെ ഇതേപോലെ ഇതിൽ പുതിയൊരു സാധന പുതിയ കളിക്കുന്ന പ്ലേസ് മുതലേക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഈ നടത്തുന്ന ക്ലബാണ്. ആർപ്പി കളിക്കാൻ ആഗ്രഹമുള്ള ടൈമര് ഇപ്പൊ നമ്മള് സിറ്റിയിൽ കൂടുതലായിട്ട് കൂടാൻ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ആൾക്കാർക്ക് നമ്മുടെ ക്ലബിൽ ഇപ്പൊ എന്താ ഒരു 4 സ്പോട്ടോടെ കണ്ടിട്ടുണ്ട്. ഇനി കേറാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽ ലിങ്ക് തരാൻ ചേരിട്ടോ അപ്ലൈ ചെയ്തോ. അല്ല എന്നാണെങ്കിൽ മനസ്സിലായില്ല. ആരും മനസ്സിലാക്കാനും ആരെങ്കിലും വരും. കറോത്തൊന്നും കുഴപ്പമൊന്നും വേണ്ട. അതെല്ലാം കൂടെ സെറ്റ് വൈബ് ഇതാണ് നമ്മള്. പിന്നെ ഈ സിറ്റിയാണ് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ ഒരു ഡീലർഷിപ്പ് പോലെയാണ്, സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് പോലെയാണ് നടത്തുന്നത് എല്ലാരും. പിന്നെ ആപ്പിയാണ് മെയിൻലി നോക്കണേ. നിങ്ങൾക്ക് പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആക്കാനും പറ്റും. ഇപ്പൊ ആപ്പ് കളിച്ച് എക്സ്പീരിയൻസ് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കണം, ഗ്യാങ് കയറണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് ഇവിടെ കളിച്ച് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഗ്യാങ് കയറാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഗ്യാങ് കയറാൻ പറ്റുള്ളൂ. നമ്മള് ആപ്പൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കും. എല്ലാം കൊണ്ട് സെറ്റ്. എല്ലാം കൊണ്ട് സെറ്റ് വൈബ് സിറ്റി പറയാം. എല്ലാം കൊണ്ട് വൈബ് ക്ലബ് എന്ന് പറയാം. നമ്മളിപ്പോ കരിക്കലാണ്. നിങ്ങള് ഇത് ലോഞ്ച് ആയിട്ടുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ലോഞ്ച് ആയിട്ടുള്ളൂ. ഇതിലെ സിറ്റിയാണ്. ഇത് ഫ്രീ വണ്ടിയാണ്. നമുക്ക് ഫ്രീ വണ്ടി ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഫ്രീ വണ്ടി ആയിട്ട് കിട്ടും കാറ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ എല്ലാ സ്ഥലവും കാണാം. ഞാൻ ഇവിടെ വന്നിട്ട് അധികം എല്ലാ സ്ഥലവും കാണാൻ പറ്റിയില്ല. അപ്പൊ നമുക്കത് കാണാം. ജോബ് ഇവിടുത്തെ ബെസ്റ്റ് ജോബ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ സിപ്പിന്ന് സാധനങ്ങളൊക്കെ കയറ്റി ഒന്ന് ഇറക്കണ സാധനം ഉണ്ടല്ലോ, അതാണ് ഇവിടെ സെറ്റ്. പിന്നെ പറഞ്ഞാൽ ബാക്കി ഫാമിലിനെ പോലെയല്ല. ഇവിടെ ഫോണിനൊക്കെ കുറെ ഫോണൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഫോണിൽ പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്പോട്ടിഫൈയിലൊക്കെ പാട്ട് കേൾക്കാൻ പറ്റും നമുക്ക് ഫോണിൽ. കുറെ സിസ്റ്റം ഉണ്ട്. ജോബ് എന്നൊക്കെ പറയാൻ ഇവിടെ പൈസ ഉണ്ടാകാൻ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ സെറ്റാണ്. ജോബിനൊക്കെ നല്ല പൈസ കിട്ടും. ഒരു മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും നല്ല പൈസ കിട്ടും. അതിലൊരു ഇതില്ല. നമുക്ക് ജോബൊക്കെ ചെയ്യാൻ നല്ല സിനിമ സിറ്റിയാണ് ഇത്. പിന്നെ അതിന് വൈബുള്ള സിറ്റി ലോഞ്ച് ആയിട്ടല്ലോ. പിന്നെ നമ്മളെ ഫൈവ് എക്സ്ലാൻഡിസ് കളിക്കണേക്കാളും ബെസ്റ്റ് ആണ് ഇത്. കണ്ടോ മുടുക്കൽ കണ്ടോ? അതിന്റെ സ്കിന്നാ നോക്കുന്നത്. മുടുക്ക്
നമ്മൾ ഇവിടുത്തെ മെക്കനെ കിട്ടില്ല. മനസ്സിലായോ? ഇതൊക്കെ ഉണ്ടോ ഇതിനെ സുഖമാണ്, ഇതിനെ കിട്ടിയാൽ ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാം കൊണ്ടും വൈബ് കളിക്കാൻ പറ്റും നമുക്ക്. അതന്നെ മെയിൻലി ഒരു ഇതാണ്. പിന്നെ അഡ്മിൻസ് നല്ല സപ്പോർട്ടിങ് അഡ്മിൻസ് ആണ്. എന്റെ ഇതിൽ നല്ല സപ്പോർട്ട് അഡ്മിൻസ് ആണ്. നിങ്ങൾ വന്ന് കളിക്കുമ്പോ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ല. നമുക്ക് എന്താ ആവശ്യമില്ലാണെങ്കിലും കാര്യം എന്റെ അറിവിൽ നല്ല സപ്പോർട്ട് അഡ്മിൻസ് ആണ്. ബാക്കി സാമ്പിനെ അപേക്ഷിച്ച് ബാക്കി സർവറിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല സപ്പോർട്ടിങ് ആണ്. അന്നും പറഞ്ഞാൽ സർവറിനെ താറ്റി പറഞ്ഞൊന്നല്ലേ. അപ്പൊ ഏത് സർവറിന്റെ ഓണേഴ്സ് കാണാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഇതാണ് സിറ്റി ഹാള്. സിറ്റി ഹാൾ ഇവിടെയാണ്. ഇത് ഞാൻ എപ്പോഴാണ് കാണുന്നത്, ഇതുവരെയാണോ സിറ്റി ഹാളിലെ. നമുക്കും പോയിട്ട് നമുക്ക് ലെവൽ എത്രയാണോ, 2 ലെവൽ ഉണ്ടെങ്കിൽ ഗ്യാങ്ങിന്റെ അല്ല ഇത് വരുള്ളൂ. അതായത് നമുക്ക് ക്ലബിന്റെ ഇതില് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. 3 റെസ്പെക്ട് പോയിന്റ് കൂടി വേണമല്ലേ 2 ലെവലാക്കാൻ. എനിക്ക് ഞാൻ ക്ലബിന്റെ ലീഡർ ഞാനാണ്. നമ്മുടെ തന്നെ ക്ലബ്ബ്. നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളാരെങ്കിലും മെസ്സേജ് അടിച്ചാലും മതി. മനസ്സിലാവോ? ഡീസില് എന്റെ പേര് കസൂക്കി എന്നാണ്, മറ്റേ ക്ലബിന്റെ അകത്തുള്ള. അത് എന്നെ മെസ്സേജ് അടിച്ചാൽ ഞാനേ ക്ലബ്. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കൂടെ കളിക്കുന്ന ഏതാൾക്കാരായിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒരു കുഴപ്പമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ടീംസ് ആണ്. എന്താ എല്ലാം കൊണ്ടും കിടിലം ക്ലബ്ബ്. നമ്മുടെ ക്ലബ്ബ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങിയതാണ്. അപ്പൊ ഗ്യാങ് തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. ഗ്യാങ് തുടങ്ങാൻ നല്ല പണിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ക്ലബ്ബാക്കി തുടങ്ങി. നമുക്ക് ക്ലബിന്ന് പയ്യെ വേണമെങ്കിൽ ഗ്യാങ് ഒക്കെ ആവാം. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ മെയിൻലി ആർ പി ഫോക്കസ് ചെയ്താണ് ക്ലബ്ബായി തുടങ്ങിയത്. എല്ലാം കൊണ്ട് കിടിലം. ഇവിടുത്തെ എൽവി ഒക്കെ കിടിലം എൽവി ആണ്. എല്ലാം നല്ല കിണ്ണ സിറ്റി. അങ്ങനെയല്ല, നമ്മള് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി എടുക്കുന്നു നമ്മളിവിടെ. ഞാൻ ഇന്നലെ ഇട്ട് EMRP കളിക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ ഞാൻ മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. കിഡിലായിട്ട് RP ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇടാൻ നേരത്ത് മറ്റേ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ മറ്റേ എന്തിനോ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. FRP കണ്ടിന് എന്തിനു വേണ്ടി ഞാൻ വീഡിയോ ഓൺ ആക്കിയായിരുന്നു. അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിരുന്നു. അതാണ് പറ്റിപ്പോയത്. അതിലിപ്പോ ഞാൻ എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായേ ഒരു മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായില്ലാന്ന്. അപ്പൊ ഞാൻ ഇന്നിപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പോ മണ്ടത്തിനെ കാണിക്കണ്ടായാലോ എല്ലാം നേരത്തെ സെറ്റാക്കി മൈക്ക്. നമുക്കപ്പം LV വരെ ഒന്ന് പോവാം ഗേസ്. നമ്മളിവിടെ സെറ്റ് എല്ലാം, അതായത് എന്തൊക്കെ പുതിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവര്. യൂട്യൂബിൽ മറ്റേ ഇത് ഇട്ടായിരുന്നു, എന്ത് നമ്മളിപ്പോ സിനിമയൊക്കെ തുടങ്ങുന്ന ഒരു സാധനം ഇടുമല്ലോ, അതുപോലെ എന്തോ ഇട്ട് ഇവര്. സാധനത്തിന്റെ പേര് എനിക്ക് ഇത്ര അറിയാം. ട്യൂട്ടോറിയലോ അങ്ങനെ കണ്ട് എന്തോ ഇട്ട് ഇവര്. വീഡിയോ കണ്ട് ഇട്ടായിരുന്നു ഇവരുടെ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഇവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. അകത്തുള്ള സംഭവമൊക്കെ ലോണ്ട് സിറ്റ് പൊളി ആണ്. കണ്ടോ, ഇതാണ് LV. കണ്ടോ LV കണ്ടോ? ഇതുവഴിയല്ല നമ്മള് ബാക്കി സിറ്റിന്ന് പറഞ്ഞ LV ഒക്കെ കണ്ടോ. അടീന്നൊക്കെ റോഡ് സെറ്റ് ആക്കി ഇതാണ് LV. അത് നമുക്കിപ്പോ LVയിൽ പ്രത്യേകിച്ച് കാണാനുണ്ടോന്ന് എനിക്ക് ഇതായിട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചുവിട്ടേ. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ സിറ്റിയില്. നമുക്കെല്ലാം ഇനി വയ്യെ ഓരോന്നൊക്കെ പോയി കാണാം. നമുക്കിപ്പോ എന്താ അയ്യോ വണ്ടി പോയിന്നല്ലോ ഗീസ്. റിപ്പയർ ചെയ്യാം നമുക്ക് പോയിട്ട്. ഇങ്ങനെ 3 എക്സ്പെക്ട് പോയിന്റ് കൂടി വേണമല്ലേ. ഞാന് കുറച്ചാളത്തേക്ക് ബ്രേക്ക് എടുക്കാലോ എന്നൊക്കെ ഓർത്ത് ഇരുന്ന, പിന്നെ ഞാൻ അത് മറന്നുപോയി. ഇന്ന് മറ്റേ ഇതല്ലേ, ഏത് നമുക്ക് മറ്റേ ഇത് ലീവാണല്ലോ. അടുത്ത ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ആക്റ്റീവ് അല്ലാണ്ടാവും സിറ്റിയില്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പിന്നെ ഈ യൂട്യൂബിന്റെ കേസറ്റൊക്കെ ഞാൻ മറന്നുപോയി കിടക്കാറുണ്ട്.
എനിക്കിങ്ങനെ ചാനലുള്ള കേസ് ഇട്ട് കൊടുത്താൽ ഞാൻ മറന്നേക്കാം. അയ്യോ അയ്യോ guys, ഒന്നും പറയാനില്ല. വണ്ടി പൊങ്ങി തവിടി. എങ്ങനെയെങ്കിലും ഇവിടെ എവിടെയാണ്ട് റിപ്പയർ സ്റ്റേഷൻ ഉണ്ട്. വണ്ടി എങ്ങനെയെങ്കിലും ഉന്തിയാണെങ്കിലും വണ്ടി കൊണ്ടുപോകണം. ഇതാണ് തോന്നുന്നു റിപ്പയർ അല്ല, അഡ്മിൻസിന്റെ തന്നെ ആദ്യം ചോദിക്കാം റിപ്പയർ സ്റ്റേഷൻ എവിടെയാണ്. ബ്രോ ഹലോ ഹലോ ഹലോ, ഇവിടെ ഇവിടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഹലോ 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 ഹലോ, വണ്ടി റിപ്പയർ ചെയ്യണ എവിടെയാണെന്ന് അറിയാമോ? ഹലോ ബ്രോ, ഇരിക്കില്ലേ ബ്രോ? വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലം എന്നെ പറഞ്ഞാൽ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം സിറ്റിയിൽ. ഈ പോയിടയാണല്ലോ ഇവിടെ എവിടെയാണ് റിപ്പയർ കിറ്റ് കിട്ടുമോ നോക്കാം കടയില്. അതെ, അഡ്മിൻസിന്റെ ബൈക്ക് ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അതുവഴി നോക്കാം. അഡ്മിൻസ് കൂടെ റോട്ടിലേക്ക് ചുമ്മാ വണ്ടിയൊക്കെ സ്പോൺ ആക്കിയിട്ടേക്കും, നമുക്ക് പിന്നെ എളുപ്പമായിരിക്കും. ഇത് അഡ്മിൻസ് കൊണ്ടാക്കുന്ന വണ്ടിയാ. എനിക്ക് അറിയാൻ പാടില്ല സിറ്റിസൺസിന്റെ ഇത് ഉണ്ടോന്ന് അറിയാൻ പാടില്ല എനിക്ക് കിട്ടിയിട്ട്. ഇത് അഡ്മിൻസ് ഇങ്ങനെ സ്പോൺ ആക്കിയതുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ആണ്. നമുക്ക് പയ്യന്റെ മെസ്സേജ് അല്ല, കീബോർഡ് പൊന്താനാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്. ഈ കീബോർഡ് പൊന്തൂല്ല എന്റെ. എന്താണ് നമ്മളെ കത്തിലേക്ക് ഉള്ളപ്പോഴാണ് കീബോർഡ് ഇങ്ങനെ പൊന്താണ്ടാവണേ. അവനെങ്ങനെയാ പോണത്? ബ്രോ ബ്രോ ഹലോ, ബ്രോ ഹലോ ഹലോ, ബ്രോ ഹലോ ബ്രോ, എന്ത് ബഗ്ഗാണ് ബ്രോ ഉപയോഗിക്കുന്നേ? റെക്കോർഡല്ല പറഞ്ഞു നോക്കണേ. സീനാവേ ബ്രോ. കേസ് ഞാൻ ഒന്നേ റീലോഗായിട്ട് വരാം കേസ്, അല്ലെങ്കിൽ ഇത് പിന്നെയും ഇങ്ങനെ തന്നെയാവും. പയ്യെ മെസ്സേജ് അയക്കും വന്നു കേസ് വന്നു കേസ്. പിന്നെ നല്ല ലോങ് ആയിട്ട് ഒരു വീഡിയോ ഇടാം കേസ്. ഇതെന്ന് പറഞ്ഞാൽ കീബോർഡ് പറയാനുള്ള ഞാൻ ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേ നമ്മുടെ ക്ലബിന്റെ ലിങ്ക്. താല്പര്യമുള്ളവര് കേറാം കേട്ടാ. എല്ലാം കൊണ്ട് നല്ല വൈബാക്കി നടക്കാം. സാറേ സാറേ മുടിയാണോ സാറേ? മുടിയാണോ സാറേ? സാറേ മുടിയാണോ സാറേ? ഹലോ സാറേ, സാറേ കളിക്കാൻ നിൽക്കില്ല സാറേ, വണ്ടി എടുപ്പിക്കാൻ നിൽക്കില്ല സാറേ. സീനാവേ സീനാവേ. സാറേ അയ്യോ സാറേ തൊടാൻ നിൽക്കല്ലേ സാറേ. സാറേ സീനാവേ സീനാവേ. ഐഡിയോ ഐഡിയൊക്കെ എന്തിനാ സാറേ? 17.
17 17 സാറേ 17 പറഞ്ഞില്ലേ സാറേ? ചൂടാവുന്നെന്താ ബ്രോ ചൂടായ സാർമാന്റെ എന്താ ആവശ്യമാണ് സാർ, വിഷയമാണ് എന്ത് സാറേ? ID 17 പറഞ്ഞില്ലേ സാറേ? എത്തവണ പറയണം, എത്തവണ പറയണം സാർ. ID 17. സാറേ എന്റെ ID 17 സാറേ, ഞാൻ പറഞ്ഞ പോലെ 17. ഇട്ടേക്കാം കേട്ടോ ഗേസ്. ബൈ ബൈ, ലവ് യു ആൾ. സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, കാണാൻ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ലവ് യു ഗേസ്. ബൈ ബൈ ബൈ. ലവ് യു ഗേസ്, ലവ് യു.